ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാരച്യൂട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പാരച്യൂട്ട് ഉണ്ടാക്കലല്ല നമ്മൾ ഇന്നത്തെ മെയിൻ വീഡിയോ പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഉണ്ടാക്കുന്ന പാരച്യൂട്ടിൽ ഒരു മൊബൈൽ ഫോൺ നമ്മൾ കെട്ടിവിടാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് അറിയില്ല. എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് കാണുക, എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ പാരച്യൂട്ട് ഉണ്ടാക്കിയെന്ന് ആദ്യം പോയിട്ട് കണ്ടുവരാം. അപ്പോൾ നമുക്ക് ഈ പാരച്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു കവറാണ്. ഇതുപോലത്തെ ഒരു വലിയ കവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ഈ ഒരു കവർ വേണം. ഇത് കുറച്ച് നല്ല കനം കുറവായിരിക്കും, പക്ഷെ നമുക്ക് വേണ്ട ഒരു വലുപ്പം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ കവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കവർ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം പാരച്യൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു കത്തിരി വെച്ചിട്ട് ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് കട്ട് ചെയ്ത പോലെ നമുക്ക് ഈ ഒരു സൈഡ് കൂടിയും കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ രണ്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. നമുക്ക് ഫുൾ ആയിട്ട് വലുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഈ ഒരു മടക്കിയ ലൈനിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വലുപ്പം കിട്ടുന്നുണ്ട്. നീളമാണ് കൂടുതൽ, വീതി കുറച്ചുകൂടി ശരിക്ക് വേണം. എന്നാലും നമുക്ക് ഇത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നടു മടക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മടക്കിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല കാറ്റോട്ടോ ഇവിടെ നമുക്കൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം വഴി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരൊറ്റ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തു. അതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ മടക്കിയെടുക്കണത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കറക്റ്റ് ഒരു റൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം വെച്ചിട്ട് ഒന്നുകൂടി മടക്കിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ഷേപ്പ് കറക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഹോൾ ഇട്ടെടുക്കാൻ എളുപ്പത്തിനായിട്ട് ഇപ്പം തന്നെ നമുക്ക് ഹോൾ ഇട്ടെടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലും ആ ഹോൾ കറക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു പഞ്ച് വെച്ചിട്ടാണ് ഹോൾ ഇട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 2 ഹോൾ ഇട്ടാൽ തന്നെ ഏകദേശം അത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 12 ഹോളായിട്ട് വരും. അപ്പോൾ പിന്നെ നമുക്കൊരു 2 ഹോൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളിലേക്ക് കയറ്റി എടുക്കണം കേട്ടോ ഇതേപോലെ, അല്ലെങ്കിൽ വക്കാവുമ്പോൾ ചിലപ്പോൾ കീറി പോരാൻ ചാൻസ് ഉണ്ട് കവർ. ഈ ഹോള് നമുക്ക് കുറച്ച് പുറത്തായി, നമുക്ക് ഒന്നുകൂടി മാറ്റിയിട്ട് അതൊന്നുകൂടി ഉള്ളിലേക്കാക്കി വേറെ ഒന്നിട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് നിവർത്തി നോക്കാം. ഓക്കെ, ഇത്രയും ഹോള് നമുക്ക് മതി. ഇനി ഈ ഹോളിലൊക്കെ വെച്ചിട്ട് നമുക്ക് നൂല് വെച്ച് കെട്ടിയെടുക്കാണ്ട്, പിന്നെ നമുക്ക് കറക്റ്റ് സർക്കിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തപ്പോൾ നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നൂല് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് ഹോൾ ഇട്ടെടുത്തതിന് ശേഷം ഇനി നമ്മൾ കെട്ടാൻ പോവാണ്. അപ്പോൾ ഈ ഒരു നൂലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു കോട്ടൻ്റെ വൈറ്റ് നൂലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത്രയും വണ്ണമുള്ള ഒരു നൂല്, അത്യാവശ്യം ബലമുള്ള നൂലാണ്. ഇത്രയൊന്നും പൊട്ടൂല. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള നൂല്. അപ്പോൾ നമ്മളത് 16 ഹോളുകളുണ്ട്. അപ്പോൾ 16 ഹോളുകൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം.
ഒരു 2 കെട്ടിട്ട് കൊടുത്താൽ അത്യാവശ്യം സ്ട്രോങ് ആയി നിൽക്കും. നമുക്ക് ഓരോ ഹോളിലായിട്ട് കെട്ടിയിട്ടെടുക്കാം. ഓക്കെ, നമ്മളെല്ലാ സൈഡും ഇപ്പോൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എല്ലാ ത്രെഡും കൂടി കൂട്ടി കെട്ടണം, എന്നാലും നമുക്ക് ആ പാരച്യൂട്ടിൻ്റെ ഷേപ്പ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാ ത്രെഡും ഇതേപോലെ കൂട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതൊന്ന് കൂട്ടി കെട്ടിയെടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ പാരച്യൂട്ട് വിടുന്നതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് നമ്മളൊരു ടോയ് വെച്ചിട്ടാണ് വിട്ടു നോക്കുന്നത്. ഈ ഒരു ടോയ് നമ്മൾ ഇതും ഒരു നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടാണ് ഒന്ന് ട്രയൽ അടിച്ച് നോക്കണത്. അതിനുശേഷം നമ്മൾ ഫോൺ വെച്ചിട്ട് വിട്ടു നോക്കും. അപ്പോൾ നമുക്ക് ഈ ടോയ് ഒന്ന് വെച്ച് കെട്ടി നോക്കാം. അപ്പോൾ നമ്മുടെ പാരച്യൂട്ടിൻ്റെ ട്രയൽ നോക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഈ ഒരു ആദ്യം വെച്ചിട്ടുള്ള ഈ ഒരു ടോയ് മാറ്റിയിട്ട് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമുക്ക് ഫോൺ വെക്കണം. അപ്പോൾ നമുക്ക് ആ ഫോണൊക്കെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഫോണ്. നമ്മളിതൊരു ഉപയോഗിക്കാത്തൊരു കേടുന്ന ഫോണാണ് കേട്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണൊന്നും എടുക്കണില്ല, വെറുതെ നാശാക്കണില്ല. അപ്പോൾ നമുക്ക് ഇതുമ്മ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ടോയ് ഇതുമെന്ന് ഒഴിവാക്കണം. നമുക്കിത് ഇൻസുലേഷൻ ടാപ്പ് ചെയ്തിട്ട് ഇത് നോക്കാം. ഫുള്ളായിട്ടൊന്നൊരു റൗണ്ട് ചെയ്തെടുക്കാം. അവിടെ നിന്നോളും, പെട്ടെന്നൊന്നും ഊരി പോവില്ല. ഫോണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോണ് ഒന്ന് വെച്ചിട്ടൊന്ന് എറിഞ്ഞു നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഫോൺ വെച്ചിട്ടുണ്ട്, നമ്മൾ ഇനി എറിഞ്ഞു നോക്കാം. ഓ, എന്തില് കുടുങ്ങി വന്നു. നമുക്ക് ഒരു വട്ടം കൂടി ഒന്ന് എറിഞ്ഞു നോക്കട്ടോ. ഓ, സേഫ് ലാൻഡിങ്. എന്തെല്ലോ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊട്ടി. ഫോണ് മാത്രമായിട്ട് ഊരി പോകുന്നു കേട്ടോ. നമ്മൾ ഇൻസ്റ്റലേഷൻ ആപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി പോകുന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരുന്നു. നമ്മൾ ഇന്നൊരു എക്സ്പെരിമെൻറ്റ് ബേസിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.